യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മളടക്കം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നമ്മുടെ ആഘോഷവും തുടരുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കിടാൻ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബം കൂടി എത്തുന്നുണ്ട്. ആ കുടുംബത്തോടൊപ്പം നമ്മുടെ സഹിൻ ആന്റണിയുമുണ്ട്. ആ കുടുംബത്തെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും സഹിൻ ആന്റണി കാര്യമായിട്ട് പരിചയപ്പെടുത്തും. സഹിൻ ആ കുടുംബത്തോടൊപ്പം ഉണ്ട്. സഹിൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടരുകയാണ്. സഹിനെ എനിക്കിപ്പോൾ കാണാം, പക്ഷേ സഹിനൊപ്പം ഗുഡ് ഈവനിങ്. സഹിനൊപ്പം നമുക്കൊക്കെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും സേതു. എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും, ഒപ്പം അവരുടെ 2 വയസ്സുള്ള മകൻ കൂടിയുണ്ട്, കേദാർ. ഇപ്പോൾ ചില സീരിയലുകൾക്ക് അഭിനയിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ സ്നേഹ? അതെ, കേദാർ ഇപ്പോൾ അഭിനയിച്ചൊക്കെ തുടങ്ങി. പിന്നെ ഹലോ പറയൂ, കണ്ണും ഒന്ന് പാടിക്കൊടുക്കോ? ഹാപ്പി ക്രിസ്മസ് പറയും. ഹാപ്പി ക്രിസ്മസ് അങ്ങനെ തന്നാ പറ്റില്ല. ക്രിസ്മസിന് വീട്ടിൽ വന്ന് പെട്ട. ഓക്കെ. ശ്രീ, എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ക്രിസ്മസ് ആഘോഷമൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിനേക്കാൾ ഗംഭീരമായ രീതിയിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഷൂട്ടൊന്നും ഇല്ലായിരുന്നോ? അല്ല, ഷൂട്ടില്ല. പൊതുവെ ഈ ദിവസങ്ങളിൽ അങ്ങനെ പരമാവധി നമ്മൾ ഫ്രീ ആവാനാണ് ശ്രമിക്കാറ്. എല്ലാ വിശേഷ ദിവസവും എനിക്ക് എപ്പോഴും ആഘോഷിച്ചുകൊണ്ടേയിരിക്കണം, അതുകൊണ്ട് ഫ്രീ ആയിരിക്കും. ചെണ്ടയൊന്നും പഠിക്കാനായിട്ടില്ല. പല ആൾക്കാരോടും ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു 5 വയസ്സെങ്കിലും ആവണം എന്ന് പറഞ്ഞത് കൊണ്ട് പഠിത്തം തുടങ്ങിയിട്ടില്ല. പക്ഷെ അവന്റെ രീതിയിൽ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. പിന്നെ ഓട്ടത്തുള്ളലും കഥകളിയൊക്കെ കാണിക്കാറുണ്ടെന്ന്. ഓട്ടംതുള്ളലൊക്കെ പാടും. നോക്കട നമ്മുടെ പാടി കൊടുക്കോ? നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മുളിക്കുരങ്ങു നീ. അതാ ഉത്സവത്തിനൊക്കെ കണ്ടിട്ട് പുള്ളി അങ്ങനെ വന്ന് നമ്മൾക്ക് കാണിച്ചൊക്കെ തരും. അപ്പൊ ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. തന്നെ പഠിക്കണതാണ്, നമ്മളങ്ങനെ ഇരുത്തി പഠിപ്പിക്കണമൊന്നുമല്ല. അതെ അതെ. ശ്രീ, അതേപോലെ തന്നെ മോൻ നന്നായിട്ട് പാടുന്നുണ്ട്. ശ്രീ നല്ലൊരു പാട്ടുകാരനാണ്. ഒരു പാട്ട് പാടാൻ പാടില്ലേ? ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് കുറെ തവണ ചോദിച്ചു ഞാൻ ഏത് പാട്ട് പാടുന്നത്. ഇവിടെ ഇപ്പൊ പറയാന്ന് പറയുന്നത് പറഞ്ഞില്ല. പാട്ട് ഏത് പാട്ടായിരിക്കും ശ്രീക്ക് പാടാൻ പറ്റുന്നത്? മലയാളമാണ്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ. അത് എന്താ പറഞ്ഞ അതെന്ത് പാട്ട്? അന്ന് മറ്റേ നേരത്തെ പാടിയത് തുടക്കത്തിന് പാടിയ കണ്ണും ശ്രീ, ഒരു സിനിമാ പാട്ട് കൂടി പാടി നമുക്ക് ഏറെക്കുറെ ഒന്ന് അവസാനിപ്പിക്കാം. സിനിമാ പാട്ട് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ശ്രീ ഇപ്പോഴും പാടുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് ഏതായിരിക്കും സ്നേഹ പാടാനായിട്ട്? ഡാൻസ് കളിച്ചൊരു പാട്ടുണ്ടായിരുന്നു. ഒരു പുഷ്പോ? അതെ, ലൗഡ് സ്പീക്കറാണ് പറയുന്നത്, ഇവിടെ കേക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണ്ട, മാക്സിമം പാട്ട് പഠിച്ചിട്ട് വിട്ടാ മതി. ഞങ്ങൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ശ്രീ ഏതായിരിക്കും ഒരു നല്ലൊരു പാട്ട് പാടാൻ പറ്റില്ല?
പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. യഥാർത്ഥത്തിൽ സഹനെ, ശ്രീകുമാർ ഒരു ഈ നടനാണെന്ന് വിശേഷങ്ങൾ മാത്രമേ കൂടി ഒന്ന് എല്ലാവർക്കും ചോദിച്ചാൽ അറിയാൻ ഇന്നിപ്പം പാടുള്ളൂ. ക്രിസ്മസ് നന്നായിട്ട് ആയിരുന്നല്ലോ, പാട്ട് ഉച്ചയ്ക്ക് നന്നായിട്ട് എന്തായിരുന്നു സ്പെഷ്യൽ? സ്നേഹ ചേച്ചി എന്താണ് കുടുംബത്തിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ചോദിച്ചേ? സേതു 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 നേരിട്ട് ചോദിച്ചോ, സേതു ചോദിച്ചോ, ഇവർക്ക് കേൾക്കാം. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു ഉച്ചയ്ക്ക്? ഉച്ചയ്ക്ക് സ്പെഷ്യല് എന്തായിരുന്നു, ഫ്രൈഡ് റൈസും പിന്നെ ശ്രീ ഇന്ന് വെജ് ആയതുകൊണ്ട് വെജ് കറിയും, ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് വ്രതം ആയതുകൊണ്ട് ഓക്കേ. പിന്നെ ഇവിടെ കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. സസ്പെൻസ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തു വിടുന്നില്ല. ഈ ക്രിസ്മസിന് ഈ കാഴ്ചകൾ കാണാനൊക്കെ പുറത്തു വരുന്നോ? കൊച്ചിന് നിറയെ ആഘോഷങ്ങളാണല്ലോ. എന്താ ഞായറാഴ്ചകളാണ് പുറത്തു പോയിരുന്നത്. ആ കാഴ്ച ഞങ്ങൾക്ക് എന്താ അറിയോ, നമ്മൾ മുളന്തുരുത്തി ആയതുകൊണ്ട് അവിടെ എല്ലാവർക്കും അറിയാം വലിയ 2 പള്ളികളുണ്ട്. അപ്പോൾ 2 പള്ളിയിലും പെരുന്നാളാണ് ക്രിസ്മസിന്റെ ടൈമിൽ. ഒപ്പം ക്രിസ്മസും ഭയങ്കര വലിയ ആഘോഷമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ലൈറ്റുകളും സ്റ്റാറും ക്രിസ്മസ് പപ്പയും ഒക്കെ കണ്ടു. അങ്ങനെ മുളന്തുരുത്തി മൊത്തം ഏതാണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് ലൈറ്റ്സും ക്രിസ്മസ് പപ്പേനെയൊക്കെ കാണണം. ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കേദാറിൻ്റെ കയ്യിൽ ഫുള്ള് ക്രിസ്മസ് പപ്പാനികളാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു. ഓക്കെ, ശ്രീയുടെ പുതിയ വർക്കുകളൊക്കെ ഏതൊക്കെയാണ്? ആ വിശേഷങ്ങൾ കൂടി പറയൂ. സിനിമയും സീരിയലും ഈ വർക്കുകളൊക്കെ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറിമായം എന്ന് പറയുന്ന സീരീസ് തന്നെയാണ്. ഒപ്പം എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്. അപ്പം ഞാനൊരു ചെറിയ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു. ഞാൻ ക്ലോത്തിങ് സ്റ്റോറാണ്. ഓസ്കി ഡിസൈൻസ് എന്നാണ് പേര്. കൂടുതലും സാരികളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടവും തിരക്കും ഒക്കെ ഉള്ളത് കൊണ്ട് അതിലും തിരക്കാണ്. ഒപ്പം മറിമായവും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ന്യൂസ് റീഡർമാർക്ക് പറ്റുന്ന നല്ല അടിപൊളി കോട്ടൺ സാരികളുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കുമെങ്കിൽ നമ്മളത് ഉപയോഗിക്കൂലേ? പിന്നെ അത് മോശമല്ലേ അല്ലേ? ഞാൻ ഇത്രയും ആയിട്ട് അലച്ചതല്ലേ. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാം, ഉറപ്പായിട്ട് വാങ്ങാം. അപ്പൊ തന്നെ ശ്രീയുടെ പുതിയ നല്ല വർക്കുകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട്? അടുത്ത പ്രോജക്റ്റ് ഞങ്ങൾ ഡിസ്കഷനിലുള്ളത് ടാർസൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോജക്റ്റാണ്. ജയപ്രകാശ് കുളൂർ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്നൊരു മൂവിയാണ്. അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ അത് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുടിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു പ്രോജക്റ്റായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പല പല പൊട്ടിത്തെറികളും വരാനുള്ള സാധ്യതകളും കൂടെ. പ്ലാസ്റ്റിക്കാണ് മുഴുവൻ പ്ലാസ്റ്റിക്. നമുക്കൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തിനും റെഡി ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. സ്നേഹ, ഈ കേദാർ എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സ് വരെ കേദാർ ദോശ മാത്രമേ അറിയാൻ പാടുള്ളായിരുന്നു തോന്നുന്നു. സേതു, ഇത് ഞാൻ ഇത്ര ആഴത്തിൽ പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താട്ടോ ശ്രീ. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പറയരുത് ചേട്ടാ. ഈ ശ്രീയുടെ ഒരു ഇതെന്താ പറയാ, ശ്രീയുടെ എല്ലാ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തായവരൊക്കെ പിന്നീട് ശ്രീയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുന്നു. എന്നിട്ട് ഇവർ പറയും ഞാൻ ശ്രീയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ ഞാനോ? അതെ, സ്നേഹ എന്റെ ജൂനിയർ കൂടിയായിരുന്നു. ഞങ്ങളാണ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളത്. ശ്രീയാണ് വന്നു കയറിയത്. ഇനി പറഞ്ഞോ ദോശ. നമുക്ക് കേദാറിന് ദോശ മാത്രം അറിയാൻ പാടുള്ളായിരുന്നു. ഇപ്പൊ പക്ഷേ വേറെയൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ ദോശ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ഒരു അവസ്ഥ ആലോചിക്കണം. 2 വയസ്സ് വരെ ആ കുഞ്ഞാകെ ലോകത്ത് ദോശ മാത്രമുള്ളത്
അതാണ് ദോശ പൊതുവേ നല്ല ഫുഡും അല്ലേ. നമുക്ക് വെറുതെ നമ്മൾ ദോശ കൊടുക്കല്ല, അതിൽ പയറും റാഗിയും അങ്ങനെ അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ രീതിയിൽ ഒരു മാവ് ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ്, അല്ലാതെ വെറും ദോശയല്ല. പിന്നെ ദോശ എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, സ്പെഷ്യൽ ദോശ എന്ന് പറയാൻ അവൻ അറിഞ്ഞൂടല്ലോ, അത്രേ ഉള്ളൂ. എന്തായാലും സേതു നമുക്ക് ശ്രീയുടെ ഒരു പാട്ട് കൂടി കേട്ടിട്ട് അവസാനിപ്പിക്കാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത് കുടുംബം നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടണം. സഹീൻ ആന്റണിയും സ്നേഹ ചേച്ചിയും ശ്രീയേട്ടനും എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു ഗംഭീര പാട്ടാവട്ടെ. ഒരു ഗംഭീര പാട്ട്. അതായത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീ കരോക്കെയൊക്കെ തപ്പാൻ തുടങ്ങി. നിസ്സാര കളിയല്ല. ശ്രീ ഭയങ്കര നല്ലൊരു പാട്ടുകാരനാണ്. ഒപ്പം തന്നെ ശ്രീ ഭയങ്കര ഒരു ഡാൻസർ കൂടിയാട്ടോ സ്നേഹ, അല്ലേ? അതെ, ഇനിയിപ്പം എൻ്റെ ഒരു ആഗ്രഹം അതാണ് നിൽക്കുന്നത്. ഇപ്പം ശരിക്കും എനിക്ക് തോന്നണം ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുള്ള വീഡിയോസാണ് ശ്രീ പാട്ട് അറിയാമെന്ന് കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇനി ശ്രീയുടെ ഒരു ഡാൻസ്, ഒരു ഫ്ലോറൊക്കെ എടുത്തിട്ട് ഒരു മൈക്കിൾ ജാക്സൺ സ്റ്റൈൽ ഒരു സാധനം വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന് ഇനി ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞാലായിരിക്കും അത് നടക്കുക. അപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, വരുമ്പോൾ നമുക്ക് കാണാം. എല്ലാം ചെയ്യും. മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ആരാധകനാണ് പുള്ളി. അപ്പോൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ആളുമാണ്. മൈക്കിൾ ജാക്സൺ തലേ കയറി അത് ഞാൻ സ്കൂൾ തലം മുതലേ ഡാൻസും മ്യൂസിക്കുമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ആ സമയത്ത് മൈക്കിൾ ജാക്സണും ദാസാറുമൊക്കെ ഹൃദയത്തിലാണ്. അങ്ങനെ മൈക്കിൾ ജാക്സൺ യേശുദാസും രണ്ട് എക്സ്ട്രീമാണ്. പക്ഷെ അത് സത്യമാണ് കേട്ടോ. അതിൽ ഒരു തരി പോലും കള്ളല്ല. കാര്യം മുഴുവൻ സമയവും ഈ പാട്ടുകളാണ് മാറി മാറി കേട്ടോണ്ടിരിക്കുക, അത് തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് കുറെ ആൽബങ്ങളൊക്കെ ശ്രീ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും പുറത്തറിയുന്നില്ല എന്നുള്ളതാണ്. ചേട്ടാ പുറത്തറിയണമെങ്കിൽ ഞാനൊന്ന് തുനിഞ്ഞിറങ്ങണം, പുള്ളിയായിട്ട് പുറത്തറിയിക്കില്ല. അപ്പം ഞാനിപ്പോൾ എനിക്കും സമയം വേണമല്ലോ. അപ്പം എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ഉന്തും ടും എന്ന് പറഞ്ഞ് ഉന്തുമ്പോൾ ഒരു സാധനം പുറത്തേക്ക് വരും. അങ്ങനെയാണ്. ഒരു പാട്ടിലേക്ക് ഒന്ന് നടന്നാലോ? പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ. എന്തായാലും സേതു നന്നായി തന്നെ ശ്രീ പാട്ട് പാടുന്നുണ്ട്. ശ്രീയുടെ ആൽബം നമുക്ക് അധികം താമസിയാതെ പ്രതീക്ഷിക്കും. എന്തായാലും രണ്ടുപേരും കൂടി എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തറിയോ, ശ്രീ ഒരു ഇംഗ്ലീഷ് പാട്ട് പറഞ്ഞെന്ന്. ഞാനിപ്പോ വെറുതെ പറഞ്ഞാന്ന് ആൾക്കാർ വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പാട്ട്. എന്തായാലും ശ്രീ നന്നായിട്ടൊരു ഇംഗ്ലീഷ് പാട്ട് കൂടി പാടും. ആൽബങ്ങളൊക്കെ സ്വന്തമായിട്ട് എഴുതുന്ന ഒരാളാണ്. എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത്. ശ്രീ ഒരു ഇംഗ്ലീഷ് പാട്ട് കൂടി. അത് ഓക്കെ. Another tequila sunrise, steering slowly across the sky. Days go by. ശ്രീയുടെ സ്വന്തമായിട്ടുള്ള ഒരു ആൽബം ഒക്കെ ഉണ്ട്, നമ്മൾ കേൾക്കേണ്ടതാണ്. പക്ഷെ ശ്രീ ഇത് പുറത്തേക്ക് വിട്ടിട്ടില്ല, അതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് പുറത്തുവിടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് കൂടി പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, ഒപ്പം പുതുവത്സര ആശംസകൾ. പുതിയൊരു വർഷം വരികയാണ്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ വന്നോളും. അപ്പോൾ സന്തോഷവും സമാധാനവുമുള്ള പുതിയ ഒരു വർഷമാവട്ടെ എന്ന് ഞാനും ശ്രീയും കേദാറും ആശംസിക്കുന്നു എന്ന് ശ്രീ പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും നമ്മളെ വിയോഗങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അത് മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്. എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതും ഇപ്പോൾ ഈ അടുത്ത് ശ്രീനിയേട്ടൻ എൻ്റെ വിയോഗം ഒക്കെ നമ്മുടെ ഒരുപാട് സങ്കടത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കൂടെ ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതിനാണ് സേതു. എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളും ഹാപ്പി ക്രിസ്മസ് പറയാണ്. രണ്ടുപേർക്കും കേദാർമോനും ഒക്കെ നല്ലൊരു വർഷമാകട്ടെ. ഇനി പുതുവത്സരം വരുന്നു, നല്ല വർക്കുകൾ വരട്ടെ, അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഓക്കെ.